റൂസോ ബ്രദേഴ്സ് മാർവലിൽ തിരിച്ചു വന്ന സമയത്ത് നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞത് അവർ ചെയ്യാനായിട്ട് പോകുന്നത് ഡൂംസ്ഡേയും സീക്രട്ട് വാറും മാത്രമായിരിക്കും എന്നാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് മാർവലിൽ ഇനി വരാൻ പോകുന്ന ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റുകൾ റൂസോ ബ്രദേഴ്സ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിനകത്ത് എക്സ്മാൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയും ഇൻക്ലൂഡ് ചെയ്യും എന്നാണ്. അതായത് ഇനി വരാനായിട്ട് പോകുന്നത് നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു മൾട്ടിവേഴ്സ് ആകെയാണെന്നുള്ളത്. ഇനി വരാനായിട്ട് പോകുന്നത് മ്യൂട്ടൻസ് ആകെയാണ്. അത് എക്സ്മാൻ്റെ സ്റ്റോറി പറയുന്നത്. എക്സ്മാൻ ഇതുവരെ മാർവലിൽ ഒഫീഷ്യലി ഇങ്ങനെ വരിക, അപ്പോൾ ആ ഒരു വൂൾവറിനെ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ നല്ലൊരു രീതിയിൽ ഒരു സോളോ സിനിമയായിട്ടൊക്കെ വന്ന് വേണമെങ്കിൽ പറയാം. ഇനി വരാനായിട്ട് പോകുന്നത് ആ ഒരു മ്യൂട്ടൻസ് ആകെയാണ്. എക്സ്മാൻ്റെ കഥ പറയുന്ന സിനിമകളായിരിക്കും. അപ്പം ഇനി വരാനായിട്ട് പോകുന്ന ഒന്നിൽ കൂടുതൽ സിനിമകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോജക്റ്റുകൾ, സീരീസ് ആകാം, സിനിമകളാകാം, അത് റൂസോ ബ്രദേഴ്സ് ഡയറക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ആദ്യം ഡൂംസ്ഡേയും സീക്രട്ട് വാറും കഴിയണം, എങ്കിലേ പറയാൻ പറ്റുള്ളൂ എന്താണ് ഇവർ പ്ലാൻ ചെയ്തെന്നുള്ളത്. എന്തായാലും ഇനി മാർവൽ നമ്മൾ കാണാനായിട്ട് പോകുന്ന ആ ഒരു ഇതുവരെ കാണാത്ത കുറേ അധികം സാധനങ്ങളാണ്. നല്ല എന്തെങ്കിലും സ്റ്റോറി, അതായത് ഓൾറെഡി കുറേ അധികം ഫാൻസ് പറയുന്നുണ്ട് മാർവലിലെ സ്റ്റോറി തീർന്നു, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളത്. അതിന് റൂസോ ബ്രദേഴ്സ് വരുന്ന സമയത്ത് റൂസോ ബ്രദേഴ്സിനെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനി മാർവൽ മുന്നോട്ടൊരു പ്രോജക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റൂസോ ബ്രദേഴ്സ് വന്നിട്ട് നല്ല 2 സിനിമ റിലീസാകുകയാണെന്നുണ്ടെങ്കിൽ മാർവലിൻ്റെ ആ ഒരു പ്രൈം ടൈം ഉണ്ടല്ലോ അതിലേക്ക് തിരിച്ചു വരും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്.